അപ്പോൾ ഇന്ന് പറയാവുന്ന കാര്യം, ആരാണ് ഒടിയൻ? നിങ്ങൾക്കറിയാമോ ആരാണ് ഒടിയനെന്ന്? അതില്ലെങ്കിൽ പറഞ്ഞു തരാം. 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കിട്ടുന്നില്ല, ആരാണ് ഒടിയൻ? കേരളത്തിൻ്റെ പഴയകാല കഥകളിൽ ഗ്രാമങ്ങളിലും ഭീതിയിലാത്തിയിരുന്ന ഒരാളായിരുന്നു ഒടിയൻ. സാധാരണ മനുഷ്യൻ തന്നെ. പകൽ സാധാരണ മനുഷ്യനെ പോലെ തോന്നുന്ന അയാൾ പക്ഷേ രാത്രിയിൽ അവൻ മറ്റു ഒരാളായി മാറുന്നു. ജനങ്ങൾ വിശ്വസിച്ചിരുന്നു ഒടിയന്മാർക്ക് ഓടി വിദ്യ ഉണ്ടെന്ന്. മാന്ത്രിക ശക്തി, മായാജാലം പരിമിപ്പിച്ചിരുന്നു എന്നൊരു കാലം. പക്ഷേ ഇരുളിൻ്റെ മറവിൽ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. മനുഷ്യനെ പോലെയുള്ള ശാരീരിക കഴിവും മൃഗങ്ങളെപ്പോലുള്ള ആത്മബലവും അവനുണ്ട്. നിങ്ങൾക്കറിയാമോ? അതീവ മനഃശക്തിയും ഇരുട്ടിനെ നേരിടാനുള്ള പല കഴിവുകളും ഒടിയനുണ്ട്. പണ്ടത്തെ കാലത്ത് ഒടിയൻ ജനങ്ങളെ ഭയങ്കരമായി ഭീതിപ്പെടുത്തിയിരുന്നു. അന്ധകാരത്തിൻ്റെയും ഇരുളിൻ്റെയും സമയം. അന്ന് ഈ കാലത്തെ പോലെ വഴിവെട്ടലും ഒന്നുമില്ല. അപ്പോഴാണ് ഒടിയൻ ഇറങ്ങിയിരുന്നത്. ഇരുളിൻ്റെ മറവിൽ ജന്മികളുടെ ഒടിക്കാലനായി, ഇരുളിൻ്റെ രാജാവായി. പക്ഷേ ഈ കാലത്തും ഒടിയൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഒടിയൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വിറയലുണ്ടാകുന്നു. കാരണം ഒടിയൻ ഭൂതകാലത്തിൻ്റെ ഭീതിയിലൂടെ മറ്റൊരു മുഖമാണ് കാണിക്കുന്നത്. Am I right? അപ്പോൾ ഈ കഥ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. ആ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തി വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയിരിക്കും. ഞാൻ പറഞ്ഞൊരു പഴയ തെറ്റുമുണ്ടാകും, ക്ഷമിക്കണം, സോറി.